CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് കൊച്ചിയിൽ നടക്കും. പാർട്ടി ജില്ലാ സമ്മേളനങ്ങൾ തന്നെയാണ് സെക്രട്ടേറിയറ്റിലെ മുഖ്യ അജണ്ട. സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. രാവിലെ 10 മണിയോടെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസായ ലെനിൻ സെന്ററിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുക. വിശദാംശങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, എന്തായാലും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് വേദിയാകും എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ നേതാക്കളൊക്കെ ഇതിനായി എത്തിച്ചേർന്നിട്ടുണ്ടോ? ഏത് രീതിയിലാണ് അവിടെ ഒരുക്കങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്? അതുതന്നെയാണ് സ്വാതി. അതായത് CPIM-നെ സംബന്ധിച്ചിടത്തോളം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് സംസ്ഥാനത്ത് പരമോന്നതമായ ഒരു സമിതി എന്ന് പറയുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് യോഗം ചേരുകയാണ്. സാധാരണ തിരുവനന്തപുരം AKG സെൻറ്ററിലാണ് ഇത്തരത്തിലുള്ള യോഗം നടക്കുന്നതെങ്കിൽ ഇത്തവണ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് യോഗം ചേരുന്നത് എറണാകുളത്തെ CPIM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസായ ലെനിൻ സെൻറ്ററിലാണ്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ജില്ലയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുക. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നത്തെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് ജില്ലാ സമ്മേളനങ്ങൾ തന്നെയാണ്. CPIM-നെ സംബന്ധിച്ചിടത്തോളം മാർച്ചിലാണ് അവരുടെ സംസ്ഥാന സമ്മേളനം വരുന്നത്. അതിന് മുന്നോടിയായി ജില്ലാ സമ്മേളനങ്ങൾ പരമാവധി വേഗത്തിൽ തീർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യ അജണ്ടയായി ഉയർന്നു വന്നിരിക്കുന്നതും. പരമാവധി ഇടങ്ങളിൽ വേഗത്തിൽ യാതൊരു വിധത്തിലുള്ള വിഭാഗീയതയും ഇല്ലാതെ സമ്മേളനങ്ങൾ പൂർത്തിയാക്കുക, എതിർപ്പുകളില്ലാതെ സമ്മേളനങ്ങൾ പൂർത്തിയാക്കുക, യാതൊരുവിധ പ്രശ്നങ്ങളിലേക്ക് പോകാതെ സമ്മേളനങ്ങൾ പൂർത്തിയാക്കുക, പരമാവധി അച്ചടക്കത്തോടുകൂടി സമ്മേളനങ്ങൾ പൂർത്തിയാക്കുക. ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് CPIM ഇപ്പോൾ ജില്ലാ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും. എന്തായാലും ഇന്ന് എറണാകുളത്തും CPIM-ന്റെ ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇന്ന് ദീപശിഖ യാത്രയും ഒപ്പം തന്നെ പതാക കൊടിമര യാത്രകളും ആരംഭിക്കും. ദീപശിഖ യാത്ര ഇടവനക്കാട് നിന്നും, പതാക യാത്ര അങ്കമാലിയിൽ നിന്നും, ഒപ്പം തന്നെ കൊടിമര ജാഥ പാമ്പാക്കുടയിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. ഈ 3 ജാഥകളും ഇന്ന് വൈകുന്നേരം മറൈൻ ഡ്രൈവിൽ വന്നു ചേരും. വൈകുന്നേരം 6 മണിയോടുകൂടി അവിടെ CPIM ജില്ലാ സമ്മേളനത്തിന് പതാക ഉയരും. തുടർന്ന് നാളെ മുതൽ 27-ാം തീയതി വരെയാണ് പ്രതിനിധി സമ്മേളനം നടക്കുക. നാളെ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. രാവിലെ 10 മണിയോടുകൂടിയായിരിക്കും പ്രതിനിധി സമ്മേളനം ആരംഭിക്കുക. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനാണ്. തുടർന്ന് 2 ദിവസം പ്രതിനിധികളുടെ ചർച്ചയും അതിനുള്ള മറുപടികളുമായിരിക്കും. 27-ാം തീയതിയാണ് സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത്. ഒപ്പം തന്നെ പുതിയ ജില്ലാ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത്. 27-ാം തീയതി ജില്ലാ കമ്മിറ്റിയെ തെരഞ്ഞെടുത്ത ശേഷം 27-ന് വൈകുന്നേരം മറൈൻ ഡ്രൈവിൽ വെച്ചായിരിക്കും അതിൻ്റെ ഒരു പൊതുസമ്മേളനം നടക്കുക, സമാപന സമ്മേളനം ഉണ്ടാകുക. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ്. എന്തായാലും എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ വർഷങ്ങൾ മുൻപുണ്ടായിരുന്ന വിഭാഗീയത പൂർണ്ണമായും ഇല്ലാതെയാക്കാൻ നിലവിലെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള CN മോഹന് കഴിഞ്ഞിട്ടുണ്ട്. നന്നായി തന്നെ എറണാകുളം ജില്ലയിലെ CPIM-ന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല സാധാരണ ജില്ലകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എറണാകുളം ജില്ലയിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ പരമാവധി ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങളും ഏരിയ കമ്മിറ്റി സമ്മേളനങ്ങളും എല്ലാം അതിൻ്റെ തിരഞ്ഞെടുപ്പുകളെല്ലാം പൂർത്തിയാക്കാനും ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു വിജയത്തിൻ്റെ മാതൃകയിൽ തന്നെയായിരിക്കും ജില്ലാ സമ്മേളനവും വിളിച്ചു ചേർത്തിരിക്കുന്നത്. എന്തായാലും ജില്ലാ സമ്മേളനത്തിൽ യാതൊരുവിധ തർക്കങ്ങളിലേക്ക് കാര്യങ്ങളൊന്നും തന്നെ പോകില്ല. കാരണം എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിഭാഗീയത ഇല്ല. മുൻപ് ഒരു കാലത്ത് വിഭാഗീയതയുടെ ഈറ്റില്ലമായിരുന്നു, CPIM വിഭാഗീയതയുടെ ഈറ്റില്ലമായിരുന്നു എറണാകുളം ജില്ലയിൽ. ഇപ്പോൾ പൂർണ്ണമായിട്ടും അത് അവസാനിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എറണാകുളം കഴിഞ്ഞ ദിവസത്തെ ജില്ലാ സമ്മേളനത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള വാർത്താ സമ്മേളനത്തിനും ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ പറഞ്ഞത്. ഇപ്പോൾ CPIM-നെ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കൂത്താട്ടുകുളത്ത് നടക്കുന്ന തട്ടിക്കൊണ്ടുപോൽ മാത്രമാണ് ഒരു ചർച്ചയായി ഉയർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലയിൽ ഇപ്പോൾ സമ്മേളനം ആരംഭിക്കുമ്പോൾ മറ്റൊരു പ്രശ്നങ്ങളിലേക്കും കാര്യങ്ങളില്ല എന്നുള്ളതാണ്. ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി എറണാകുളം ജില്ലയിൽ ചേർന്ന് കഴിഞ്ഞാൽ, ലെനിൻ സെൻറ്ററിൽ ചേർന്ന് കഴിഞ്ഞാൽ സമ്മേളനത്തിന് തുടക്കം കുറിക്കും. സ്വാതി. ശരി സഹിൻ.